കുറച്ച് സ്പൈസ്, അതായത് എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള റെസിപ്പിയാണ് ഇന്ന് പച്ചമുളക് തോരൻ. പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട, എരിവ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. എരിവ് കുറച്ച് നമുക്ക് എങ്ങനെ ഈ തോരൻ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കൂടെ പച്ചമുളകിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറച്ച് രഹസ്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാതെ. ഓക്കെ, റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. ഇപ്പൊ എന്തായാലും ഉടനടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ഇത് വെജി പൂജ ചാനൽ, സോ ദാറ്റ് നിങ്ങൾക്ക് എന്റെ എല്ലാ റെസിപ്പി വീഡിയോസും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് സമയം കളയാതെ വേഗം നമ്മുടെ പച്ചമുളക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ പച്ചമുളക് തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വലിപ്പമുള്ള നീളമുള്ള ഇങ്ങനത്തെ പച്ചമുളക് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ നമ്മുടെ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ വലിയ പച്ചമുളകിനും നല്ല എരിവുണ്ടാവും. എന്നാലും അങ്ങനെ എരിവുണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് വലിയ പച്ചമുളക് എടുക്കാം. എന്നിട്ട് ഈ പച്ചമുളകിൻ്റെ എരിവ് കുറയ്ക്കാനായിട്ടൊരു ചെറിയ സൂത്രപ്പണി നമുക്ക് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് പറയട്ടെ. പച്ചമുളകിൻ്റെ എരിവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ പച്ചമുളകിനെ ഒന്ന് കീറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അരി ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് കളയാം. ഇതാ ഇതുപോലെ. ഓക്കെ, ഇനി ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലെ തരി അല്ലെങ്കിൽ അരി എടുത്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുക്കുന്ന എല്ലാ പച്ചമുളകിൻ്റെയും ഉള്ളിലെ ആ അരി അങ്ങ് എടുത്ത് കളയാം. എന്നിട്ട് തോരനുണ്ടാക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് നുറുക്കിയെടുക്കാം. മുളകിന്റെ എരിവ് അതിന്റെ അരികളിലാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാത്രേ. കാരണം ആക്ച്വലി മുളകിന് എരിവ് ഉണ്ടാകുന്നത് ആ മുളകിന്റെ അരികളിരിക്കുന്ന ആ ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, കണ്ടില്ലേ ആ പാർട്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകിനെ എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ ആ തരി അല്ലെങ്കിൽ അരിയും പിന്നെ ആ വെളുത്ത ഭാഗമൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇടാനുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ശരിക്കും. നമുക്ക് കടുക് പൊട്ടിക്കാം, അതിൻ്റെ കൂടെ തന്നെ ജീരകം ഇടാം. അത് പൊട്ടി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ, കായം 1/2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ ഇടാം. എരിവുള്ളതല്ല, ഞാനിവിടെ എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. പിന്നെ 1 സ്പൂൺ സാമ്പാർ പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് വല്ലാതെ അങ്ങ് ഫ്രൈ ആയി വരണ്ട കേട്ടോ, സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് വെന്ത് വരട്ടെ പച്ചമുളക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. മുളകിന്റെ എരിവിനെ SHU എന്ന സ്കെയിലാണ് ഇത്ര അളക്കുന്നത്. സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് എന്നാണ് ഇതിന് പറയാ. അപ്പോ ലോകത്തിലെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള എരിവ് കുറഞ്ഞിട്ടുള്ള മുളകിന് 1 മുതൽ 100 വരെയാണ് SHU. പിന്നെ 10,000, 30,000 അങ്ങനെ പോകും സ്കെയിലുകൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എരിവുള്ള മുളകിന്റെ SHU എത്രയാണെന്നറിയാമോ? 2.2 മില്യൺ SHU. കഴിച്ചു നോക്കണോ? ഇനി വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ മുളകിലേക്ക് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും, പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ കൂടിയിട്ട്. ഇനി ചെറിയൊരു ഉരുള പുളി,
നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എരിവ് ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കും. പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. സത്യത്തിൽ ഈ ഒരു ഡിഷിൻ്റെ എരിവിനെ ബാലൻസ് ചെയ്യുന്നത് ഈ നേരത്തെ ഒഴിച്ചു കൊടുത്ത പുളിയും പിന്നെ ഈ കടലമാവുമാണ്. അപ്പോൾ ഈ കടലമാവ് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി വഴറ്റി എടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് തോരൻ ആവുന്നത് എപ്പോഴാണ്? നാളികേരം ഇടുമ്പോൾ അല്ലേ? അപ്പോൾ നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പച്ചമുളക് തോരൻ ഇതുപോലെ കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇപ്പോൾ ശരിക്കും ഇതിലെ ആ ഒരു പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും കായത്തിൻ്റെയും കടലമാവിൻ്റെയും ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം സ്മെല്ലാണ് വരുന്നത്. ഇന്നത്തെ പച്ചമുളക് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടപ്പോൾ തന്നെ കൊതിയായില്ലേ? സത്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന അത്ര എരിവൊന്നുമില്ല. ആ കടലപ്പൊടി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ എരിവ് ബാലൻസ് ആവും. ഓക്കെ, അപ്പൊ ഇത് ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് എന്നോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കോമന്റ് ബോക്സിലൂടെയോ വാട്സപ്പിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അറിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഉഗ്രൻ റെസിപ്പിയുമായിട്ട് ഉടനടി കാണാം. അതുവരെ എല്ലാവരും ലൈഫിൽ ഹാപ്പി ആയിരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, സേഫ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. പിന്നെ keep watching the Veggie Pooja recipes. Okay, bye. Subscribe ചെയ്തല്ലോ അല്ലേ?